എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ളോഗുമായിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ അതിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ എടുത്ത കുറച്ച് വീഡിയോസൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണ്. അപ്പം ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചധികം ദിവസങ്ങളായി. കാരണം ഞങ്ങളൊരു ട്രാവലിലായിരുന്നു. അപ്പോൾ ആ ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വയ്യാതൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസം നമുക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ആ ഒരു ട്രാവൽ പോയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പൊങ്കാല വിശേഷങ്ങളൊക്കെ കാണാം. വീഡിയോസ് മുഴുവനായി കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ നമ്മുടെ പൊങ്കാലയ്ക്ക് ഒരു 2 ദിവസം മുൻപ് ബ്രാഹ്മണ സഭയുടെ ഒരു ഭക്ഷ്യമേള നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഫെബ്രുവരി 22, 23 ദിവസങ്ങളിലായിട്ട് ഒരു ഭക്ഷ്യമേള നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ചധികം സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ട്രഡീഷണൽ ഫുഡ്സ്, അതുപോലെ തന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ്, പിന്നെ പിക്കിൾ, അതുപോലെ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കുറച്ചധികം ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിക്കിള്, അതുപോലെ സാമ്പാർ പൗഡർ, വത്തക്കുഴമ്പിൻ്റെ പൗഡർ, സേവ, പുളിശ്ശേരി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈവായിട്ട് അടദോശ, പിന്നെ അല്ലാതെ ചപ്പാത്തി, പൂരി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ സ്റ്റാളിലും ഓരോരോ ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലൈഫ് ഫുഡിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. മറ്റു സ്ഥലങ്ങളിലും തിരക്കുണ്ടായിരുന്നു, ഇല്ലെന്നല്ല. എന്നാലും ലൈഫ് ഫുഡിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കോർത്തിണക്കിയുള്ള കുറച്ചധികം ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു സ്റ്റേജിൽ കുട്ടികളുടെ കുറച്ച് ഡാൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ സെക്കൻഡ് ഡേ, അതായത് നമ്മുടെ ഭക്ഷ്യമേളയുടെ ലാസ്റ്റ് ഡേ ആണ് ഞാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് സമയം അവിടെ നിന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് പോരുവാണ് ചെയ്തത്. കാരണം ഞങ്ങൾക്കും പൊങ്കാലയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തില്ല. തിരക്കൊക്കെ വരുന്നതിന് മുൻപ് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോകണമായിരുന്നു. അപ്പോൾ പൊങ്കാലയ്ക്ക് 2 ദിവസം മുൻപാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ദൂരെയൊക്കെ ആളുകളൊക്കെ വന്ന് നേരത്തെ തന്നെ പൊങ്കാല ഇടാനുള്ള സ്ഥലമൊക്കെ നേരത്തെ പിടിച്ച് കല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തായിരുന്നു ഈ ഒരു ഭക്ഷ്യമേള നടന്നിരുന്നത്. ഇതിപ്പോൾ വന്നിട്ട് നമ്മുടെ പൊങ്കാലയുടെ തലേ ദിവസം രാത്രിത്തെ കാഴ്ചകളാണ് കേട്ടോ. അപ്പം ഞാനും ചേട്ടനും കൂടി വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് കാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ബ്ലോക്കിൽ പെടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 വീലർ എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അന്നത്തെ ദിവസം. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്റ്റേജൊക്കെ വെച്ചിട്ട് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനൊക്കെ. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. വണ്ടിയൊക്കെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 വീലറായിട്ട് പോലും പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എങ്ങനെയും ഞങ്ങൾ ഒരുവിധം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി. പക്ഷേ അമ്പലത്തിൻ്റെ അവിടെയൊന്നും പോയിട്ട് നമുക്ക് അമ്പലത്തിൽ കയറി തൊഴാനും ഒന്നും പറ്റിയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷേ എന്തായാലും ഇതിപ്പോൾ നമ്മൾ കാണുന്നത് രാത്രി ഏകദേശം ഒരു 7 മണിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് പൊങ്കാലയുടെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ ചിലരൊക്കെ നേരത്തെ തന്നെ പൊങ്കാല ഇടാനായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അത്യാവശ്യം നല്ല ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഈ പൊങ്കാലയുടെ സമയത്തൊക്കെ നമ്മൾ 4 വീലർ എടുക്കുന്നതിനെക്കാട്ടിലും ഒരു 2 വീലർ അല്ലെങ്കിൽ ഒരു ഓട്ടോ എടുത്ത് പോകുന്നതൊക്കെ ആയിരിക്കും എളുപ്പം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാനും മറ്റുമൊക്കെ നമുക്ക് സൗകര്യം ഉണ്ടാവില്ല. ഇത് തന്നെ ഞങ്ങൾക്ക് എങ്ങും നിർത്തി ഒന്ന് അമ്പലത്തിൽ പോയി തൊഴാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് സാധനം വാങ്ങിക്കാനോ ഒക്കെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ അടുത്ത ദിവസത്തേക്കുള്ള തിരളിക്ക് വേണ്ട പഴം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കൂടെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതിനെയൊക്കെ കൂടി ചേർത്തിട്ടാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ചാലയ്ക്കകത്തുള്ള കാഴ്ചകളാണ്. അപ്പോൾ അവിടെ നല്ല ഡെക്കറേഷനൊക്കെ ആയിരുന്നു. നമ്മുടെ ഈ പൂക്കടക്കാരുടെയൊക്കെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇതിപ്പോൾ വന്നിട്ട് അടുത്ത ദിവസത്തേക്കുള്ള അന്നദാനം. അപ്പോൾ ഈ ഒരു അന്നദാനം വന്നിട്ട് പൊങ്കാലയുടെ ദിവസം മാത്രമല്ല, അതിൻ്റെ തലേദിവസം തൊട്ടേ നമുക്ക് അന്നദാനമൊക്കെ ഇവിടെ പല പല സംഘടനകൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ദൂരെ നിന്ന് വരുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഭക്ഷണവും കാര്യങ്ങൾക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അന്നദാനമൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലുണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളിലും ഓരോരോ ഫുഡ് ഐറ്റംസ് ആയിരുന്നു. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചപ്പാത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇടിയപ്പം, അതുപോലെ തന്നെ ഉപ്പുമാവ്, അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു അന്നദാനത്തിന് തലേദിവസം രാത്രിയിൽ, പൊങ്കാലയുടെ തലേദിവസം രാത്രിയിലുണ്ടായിരുന്നത്. ഞങ്ങൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അന്നദാനം കൊടുക്കുന്നതൊക്കെ കണ്ടായിരുന്നു. ഇത് വന്നിട്ട് മണക്കാടാണ്. അപ്പോൾ ഇതുവഴി നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ വഴിയൊക്കെ തിരിച്ചിട്ടാണ് വിട്ടത്. ഞങ്ങളിവിടെ ചെറിയൊരു വഴി കൂടെയൊക്കെ കയറിയാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിലേക്ക് എത്തിയത്. അപ്പോൾ അമ്പലത്തിൻ്റെ ആ ഒരു പരിസരത്തൊക്കെ വന്നിട്ടും നമുക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻസ് ഇല്ലായിരുന്നു. കാരണം അങ്ങോട്ടൊന്നും വണ്ടി വിടുന്നില്ലായിരുന്നു. 2 വീലർ ഒന്നും അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വണ്ടിയിൽ തന്നെ കറങ്ങിയിട്ട്, അല്ലാണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം 2 വീലർ മാത്രമേ അവിടെ അധികം അങ്ങനെ പോകുന്നുള്ളൂ. ഓട്ടോയും 2 വീലർ മാത്രമേ പോകുന്നുള്ളൂ. മറ്റു വാഹനങ്ങളൊന്നും അങ്ങനെ പോകുന്നില്ലായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ചധികം വഴിയൊക്കെ തിരിച്ച് കുറച്ചധികം കറങ്ങിയാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയതിന് ശേഷമാണ് അനിയത്തിയും അനിയനും കൂടി അവരും ഒന്ന് കറങ്ങാമെന്നൊക്കെ കരുതി അവരും വന്നത്. അപ്പോൾ അവരൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായിപ്പോയി. ഞങ്ങൾ തന്നെ 7 മണിക്ക് പോയിട്ട് 9 മണിക്കൊക്കെയാണ് ഞങ്ങൾ തന്നെ എത്തിയത്. ഇത്രയ്ക്ക് തിരക്കായിരുന്നു റോഡിലൊക്കെ. ഇത്രയ്ക്കും 2 വീലർ ആയിട്ട് പോലും നമുക്ക് ഒരുപാട് ലേറ്റായിപ്പോയി വരാനായിട്ട്. ഇതിപ്പോൾ വന്നിട്ട് പൊങ്കാലയുടെ അന്ന് രാവിലെ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ രാവിലെയും റോഡിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ ഏകദേശം വീട്ടിൽ നിന്ന് ഒരു 4:30 ആയപ്പോഴത്തേക്കും തിരിച്ചായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തുനിന്ന് പൊങ്കാല വരില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ എന്തായാലും നമ്മൾ അവിടെ തന്നെ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് പൊങ്കാല ഇടാമെന്നുള്ള പ്ലാനിലാണ്. ഞങ്ങളുടെ ഒരു കസിൻ്റെ വീടുണ്ട്. അവിടെ പോയിട്ടാണ് ഞങ്ങൾ പൊങ്കാല ഇടാൻ പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേക്കും തിരിച്ചായിരുന്നു.
കാരണം തലേദിവസത്തെ തിരക്ക് കണ്ടപ്പോൾ തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്നാണ് കരുതിയത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ കസിൻ്റെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെയാണ് പൊങ്കാല ഇട്ടത്. അവിടെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റി. പക്ഷേ ഇത്തവണ എന്തായാലും കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷേ എന്നിട്ടും ഞങ്ങൾക്ക് നല്ല ബ്ലോക്കാണ് രാവിലെ അനുഭവപ്പെട്ടത്. അപ്പോൾ ഇത്തവണ പൊങ്കാല ഇട്ടവർക്കൊക്കെ അറിയാം, അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കുറച്ചധികം തിരക്കുണ്ടായിരുന്നു ഇത്തവണ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് ഒരു 2 മിനിറ്റ് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് വരാനായിട്ട്. ഇതിപ്പം ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയത്. പക്ഷെ അവിടം വരെ എത്തിയപ്പോഴത്തേക്കും ബാക്കി അങ്ങോട്ട് നമുക്ക് വണ്ടികളൊന്നും പോകാനായിട്ട് അനുവദിക്കില്ല. അപ്പോൾ അവിടുന്ന് നമുക്ക് തിരിച്ച് വേറെ വഴി കൂടെയാണ് ഞങ്ങൾ ആ ഒരു കസിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് പല ആളുകളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന കാഴ്ചകളും കാണാം. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറച്ചധികം സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട്, കാരണം എനിക്ക് തന്നെ 3 പൊങ്കാല ഉണ്ടായിരുന്നു, അനിയത്തിക്ക് 2 എണ്ണം, പിന്നെ അതുപോലെ അമ്മ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കൂടെ ആയപ്പോഴത്തേക്കും ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കയ്യിൽ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം തലേദിവസം തന്നെ ആ കസിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് കുറച്ചധികം ദൂരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വേറെ വഴി കൂടി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നിട്ടും ഒരു ഏരിയ വരെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് കാറ് 4 വീലറൊന്നും നമുക്ക് അവർ കടത്തിവിടില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ 2 വീലർ ഉണ്ടായിരുന്നു. അപ്പോൾ കസിൻ്റെ 2 വീലറും ഞങ്ങളുടെ 2 വീലറും ഒക്കെ എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഏകദേശം ഒരു രാവിലെ 7 മണിക്ക് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. എല്ലാവരും കല്ലൊക്കെ റെഡിയാക്കി തിരളിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മണ്ടപ്പുറ്റ് തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടൊക്കെ തയ്യാറാക്കുന്നതൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ കല്ലിൻ്റെ മുകളിൽ കലമൊക്കെ വെച്ച് റെഡിയായിട്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ അത്ഭുതം എന്ന് പറയട്ടെ, രാവിലത്തെ ആ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ മൂടിക്കെട്ടി ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒന്ന് പേടിച്ചു, മഴ ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു 8, 8:30 ആയപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് മാറി നല്ലൊരു അന്തരീക്ഷമായിരുന്നു.
ഇതിപ്പോൾ ഞാൻ തെരളിക്ക് ആവശ്യമായ കൂട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊങ്കാലയ്ക്ക് നമ്മൾ സാധാരണയായിട്ട് പായസം, അതുപോലെ തന്നെ തെരളി, മണ്ടപ്പുറ്റ്, അതുപോലെ വെള്ള നിവേദ്യം, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും തയ്യാറാക്കുന്നുണ്ട്. അതിൽ തെരളിക്ക് വേണ്ട കൂട്ടാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ശർക്കരയും പാളയംതോടൻ പഴവും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ചെറിയ തരിതരിപ്പോട് കൂടിയുള്ള അരിപ്പൊടിയും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു വഴണയിലയിൽ കുറച്ച് മാവെടുത്ത് വെച്ച് ചുരുട്ടി ഈർക്കിലിയിൽ കോർത്തിട്ടാണ് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് വേവിച്ച് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു നൈവേദ്യമാണ്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് പൊങ്കാല അർപ്പിക്കാനായിട്ട്. കയ്യിൽ ചൂട്ടും കാര്യങ്ങളൊക്കെ പിടിച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ്. അമ്പലത്തിലെ മെയിൻ അടുപ്പിൽ തീ പകർന്നതിന് ശേഷമാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് പുറത്തെ ആ ഒരു സൗണ്ട് കൊടുക്കാതെ അതിൻ്റെ കൂടുതലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതുപോലെ തന്നെ മൈക്കൊക്കെ വെച്ച് പാട്ടൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരിയും ശർക്കരയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് പായസവും അതുപോലെ തന്നെ വെള്ള നിവേദ്യം, അതുപോലെ തന്നെ തെരളി, മണ്ടപ്പുറ്റ്, പൊങ്കൽ, അങ്ങനെ ഓരോ നിവേദ്യവും നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ തെരളിയും വെള്ള നിവേദ്യവും അതുപോലെ തന്നെ പായസവുമാണ് തയ്യാറാക്കുന്നത്. അനിയത്തി വന്നിട്ട് പായസവും അതുപോലെ തന്നെ മഞ്ഞച്ചോറ് പൊങ്കൽ അതാണ് അവൾ തയ്യാറാക്കുന്നത്. അമ്മ വന്നിട്ട് പൊങ്കലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് എന്താണോ നമുക്ക് നിവേദ്യം വെക്കണം എന്നുള്ളത് അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളവർ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ അരവണ പായസം ഉണ്ടാക്കിയവരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തർ തയ്യാറാക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് നമ്മുടെ കൈ കൊണ്ട് ശുദ്ധവും വൃത്തിയോടും കൂടി നമ്മുടെ കൈ കൊണ്ട് നമുക്ക് നിവേദ്യം തയ്യാറാക്കാം എന്നുള്ള ആ ഒരു സന്തോഷവും കൂടി ഈ ഒരു പൊങ്കാല ദിവസങ്ങളിൽ നമുക്ക് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നിവേദ്യം എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2:30 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നിവേദ്യത്തിനുള്ള സമയമാണ്. രാവിലെ 10:30 പൊങ്കാല സ്റ്റാർട്ട് ചെയ്യും. ഉച്ചയ്ക്ക് 2:30 കൂടി നിവേദ്യമാണ്. അപ്പോൾ ഞങ്ങളിതാ നമ്മുടെ പൊങ്കാല നിവേദിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒന്നുകിൽ അമ്പലത്തിൽ നിന്നുള്ള ഒരു തിരുമേനിയോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലുള്ള തിരുമേനിയോ വന്നിട്ട് നമ്മുടെ പൊങ്കാല അമ്മയ്ക്ക് നിവേദിക്കും. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹവും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അടുത്ത വർഷവും പൊങ്കാല അർപ്പിക്കാനുള്ള അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.